ഇന്ത്യക്ക് തിരിച്ചടിയുമായി വീണ്ടും ചൈന രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്ന പ്രമേയത്തെ വീണ്ടും ചൈന എതിർത്തിരിക്കുന്നു. പ്രമേയം പാസാക്കാൻ കഴിയില്ല എന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. ബലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ചൈന അന്ന് നിലപാടെടുത്തിരുന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് അതേ നിലപാട് തന്നെയാണ് ചൈന ഇപ്പോഴും എടുത്തിരിക്കുന്നത്. UN രക്ഷാസമിതി 1267 ഉപസമിതി അഭിപ്രായ സർവേ ഉണ്ടാവുകയും അതിൽ വീണ്ടും ചൈന നിലപാട് അറിയിച്ചിരിക്കുന്നു. പ്രമേയം പാസാക്കാൻ കഴിയില്ല, മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ചൈന ഉറച്ചു നിൽക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ്. ലോകരാജ്യങ്ങളൊക്കെ പാകിസ്ഥാന് എതിരെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇനി ചൈനയ്ക്കെതിരെയും ലോകരാഷ്ട്രങ്ങൾ തിരിയുക എന്നത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. ഫലത്തിൽ ഇത് മസൂദ് അസറിനെതിരായ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ചൈന സൃഷ്ടിക്കുന്ന സാങ്കേതിക തടസ്സമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അസ്കറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം രക്ഷാസമിതിയിൽ നേരിട്ട് ചർച്ച ചെയ്യാനുള്ള US ശ്രമത്തിന് തടയിടാനാണ് ചൈനയുടെ ഈ നീക്കം. US-ഉം UK-യും ഫ്രാൻസും ചേർന്ന് രക്ഷാസമിതിയിൽ അസ്കറിനെതിരെ കരടു പ്രമേയം കൊണ്ടുവരാനാണ് ശ്രമം. എന്നാൽ US ബലമായി പ്രമേയം കൊണ്ടുവന്നത് UN ഭീകരവിരുദ്ധ സമിതിയുടെ അധികാരത്തിലുള്ള കൈകടത്തലാണെന്നും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് ചൈന കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ ഉപസമിതിയിൽ US കൊണ്ടുവന്ന പ്രമേയം ചൈന വീറ്റോ ചെയ്തിരുന്നു. പ്രമേയം അംഗീകരിക്കണമെങ്കിൽ 15-അംഗ സമിതിയിലെ വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങൾക്ക് പുറമെ 4 രാജ്യങ്ങൾ കൂടി പിന്തുണയ്ക്കണം. US നീക്കത്തിന് രക്ഷാസമിതിയുടെ അംഗീകാരം ലഭ്യമായാൽ അസ്കറിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കും. ചൈനയുടെ ഇരട്ടത്താപ്പിനെ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ നേരത്തെ ശക്തമായി വിമർശിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ നേരെയുള്ള ചൈനയുടെ ഇരട്ടത്താപ്പ് ലജ്ജാകരമാണ്. സ്വന്തം നാട്ടിൽ 10 ലക്ഷം മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ചൈനീസ് ഭരണകൂടം രാജ്യാന്തര തലത്തിൽ ഇസ്ലാമിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന ഭീകരരെയും ഭീകര സംഘടനകളെയും സംരക്ഷിക്കുന്നു. അസറിനെ സംരക്ഷിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് 1267 ഉപസമിതിയിൽ അഭിപ്രായ സമയം ഉണ്ടാക്കിയാണ് ശരിയായ നടപടിക്രമം എന്ന സാങ്കേതികവാദം ചൈന ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.